പോയി തിരിച്ചു വന്ന് കുറച്ച് ടീഷർട്ട് കൊടുത്തെങ്കിലും ബിലീഫ് വന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എടുത്തത്. അതുകൊണ്ടാണ് 4ാമത്തെ വർഷം CTCയും PN 78 ലക്ഷം രൂപയുടെ വില BMW ഓടിക്കാൻ പറ്റിയത്. എൻ്റെ വീട് വെച്ചതും അതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ചോദിച്ചില്ലേ തായ്ലൻഡ് പോകാൻ തീരുമാനിച്ചത് എന്ത് കാര്യം? ഞാൻ ചോദിച്ചു നാട്ടിൽ ആരെയും പോകാൻ തീരുമാനിച്ചിട്ടില്ല. പോകാതിരുന്നിട്ട് എന്ത് കാര്യം? എൻ്റെ ചോദ്യം പോകാതിരുന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? അവർക്ക് എന്ത് കാര്യം? അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ അതിനെ കണ്ണടച്ച് പുച്ഛിക്കലല്ല. അതിലെന്ത് കാര്യം? നിങ്ങൾക്കെല്ലാം നിങ്ങളെ കളിയാക്കിയവർ, നിങ്ങൾ അവഗണിച്ചവർ, നിങ്ങൾ അവഹേളിച്ചവർ നിങ്ങൾക്ക് മുന്നിൽ വിനീതരും വിധേയരായിട്ടും വരുന്ന ദിവസം തന്നെ വരും. ഉറപ്പ്. നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടായാൽ മതി. ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് ചെയ്താൽ മതി. അങ്ങനെ ഒരു ദിവസമായിട്ടൊന്ന് മാറണം. അത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് മെയ് 17-ാം തീയതി അറ്റ്ലസ് സെന്ററിൽ വെച്ച് നടക്കുന്നത്. അവിടെ ആവേശത്തോടെ സ്റ്റേജിലേക്ക് കയറാനും ആ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കാനും നിങ്ങൾ ഉണ്ടാവണം. അത് ഞാൻ തായ്ലൻഡിൽ അനുഭവം ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും ഒരു 3 തട്ടിലൊരു വാഹനത്തിന്റെ ഒരു ബോട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ പോവാം. ഇവര് പുറത്തേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ ഒരു പെണ്ണുങ്ങൾ ഇപ്പോൾ ഓർമ്മയുണ്ട്. അത് 65 വയസ്സുള്ള പെണ്ണുങ്ങൾ തുള്ളിക്കൊണ്ടിരിക്കുക. 3ാമത് നിലനിർത്തിയത് അവർ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പെണ്ണും പിള്ളേ താഴെ വെള്ളമാണ് നീള പൊടിയാണ് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം, നീള എന്നൊരു പേരുണ്ട്. ഞാൻ തമിഴ്നാട്ടില് 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള നീളാണ്. ഞാൻ ഇവിടുന്ന് തുള്ളിയില്ലെങ്കിൽ പരലോകത്തും തുള്ളേണ്ടി വരും. 6 ദിവസം തുള്ളായിരുന്നു പെണ്ണുങ്ങൾ പണി. അവർ പറയാൻ ഞാൻ ഒരു പുക പിടിച്ച് അകത്ത് മാത്രം ഒതുങ്ങിക്കൊണ്ട് ഞാൻ ഇങ്ങനെ മുന്നിൽ തുള്ളിയില്ല. പിന്നെ എവിടെ നിന്നുണ്ട്? അത്രയും എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ യാത്ര. ഇത് തയ്യാറെടുക്കണം, ഇതിനു വേണ്ടി തയ്യാറെടുക്കണം. അതുകൊണ്ട് പ്രവർത്തിക്കാതെ നേട്ടം ഉണ്ടാവില്ല. വേറെ എൻ്റെ ഒരു ചെറുപ്പക്കാരൻ ഞാൻ അതിലെല്ലാം തായ്ലൻഡിലെ കുറെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ ഒരുപാട് കായലുണ്ട്. അപ്പൊ ഒരു ബീച്ചിൽ ഇങ്ങനെ രണ്ട് കസേര ഒരു വലിയ കുട, ഇതാണ് അവിടുത്തെ പരിപാടി. ഇങ്ങനെ ഇട്ടുള്ളൂ. അന്നേരം പറഞ്ഞു ഈ ഒരു ബെഡിൽ ഞാൻ കിടക്കും, അടുത്ത ബെഡിൽ ആര് കിടക്കും? ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചാലില്ല, ടേൺ ഓവർ മേച്ച് ചെയ്താലും കൊണ്ടുപോകും. അതേ ഞങ്ങളോട് പറയാനുള്ളത്, ടേൺ ഓവർ മേച്ച് ചെയ്താൽ കൊണ്ടുപോകും. ഒരുപാട് ബീച്ച് അവിടെ PP ഐലൻഡൊക്കെ ഉണ്ട്. നീല വെള്ളമാണ്, കണ്ട വെറും നീല വർണ്ണം. ഇവിടെ നീല എന്നുള്ള ആവുന്നേ ഉള്ളൂ. അവിടെ വർണ്ണം നീലയാണ്. കയ്യിലെടുത്താൽ പളുങ്ക് പോലത്തെ വെള്ളം. നിങ്ങളൊന്ന് ചാടുമ്പോൾ 10-20 രാജ്യക്കാരായി ചാടും. അത്രയും ആ വെള്ളത്തെ കാണാൻ തന്നെ ലോകത്തിലെ 100-ലേറെ രാജ്യങ്ങളിൽ നിന്നാണ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നീലവർണ്ണം. വെറൈറ്റിയുള്ള വെള്ളങ്ങൾ നമ്മൾ എല്ലാവരും ഉണ്ട്. ആ നീലവർണ്ണം അധിക വർണ്ണമുള്ളത് കൊണ്ട് മാത്രമാണ്, എക്സ്ട്രാ ആ സ്വഭാവവും നിറവുള്ളത് കൊണ്ട് മാത്രമാണ് വന്നത്. നിങ്ങൾക്കും ഒരു എക്സ്ട്രാ ഹാബിറ്റ് ഉണ്ടാവണം. കഠിന പ്രയത്നത്തിന്റെ, ഉദാരതയുടെ, സത്യസന്ധതയുടെ, ആത്മാർത്ഥതയുടെ കൂടുതൽ ആളുകളെ കൊണ്ടുപോകാനുള്ള, ഒടുക്കി നിൽക്കാനുള്ള ഒരു എക്സ്ട്രാ ഹാബിറ്റ് ഉണ്ടാകണം. നിങ്ങളെ തേടിയ ആളുകൾ വരും. ആ ഒരു സ്വഭാവം ഉണ്ടായാൽ മതി. ആ ഒരു രീതിയിൽ താല്പര്യത്തിനെ കാണണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഈ ഒരു യാത്ര മനോഹരമാണ്. ഇപ്പം പിന്നെ കടലെ കടുവയിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ കഴിയും. നോക്കി കണ്ടാൽ മുന്നിൽ പോയി നിൽക്കണ്ട. കടലേക്ക് അപ്പ മനസ്സുമാരെന്ന് പറയാൻ പറ്റില്ല. ബേക്കിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാം. ചില കടുവ വികൃതിയായിട്ട് ഒരു കടി കഴിച്ചാൽ അത് ചിലപ്പോൾ തമാശ കഴിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മളെ എല്ലാവർക്കും നോക്കിയിരുന്നു. അതുകൊണ്ട് ഫോട്ടോ എടുക്കും. ബേക്ക് നിർത്താം. മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കണ്ട. ആരുടാന്ന് പോയി നിൽക്കണ്ട. നിങ്ങൾ ഉള്ളിൽ പുലിയൊക്കെ യഥാർത്ഥ പുലി അത് തന്നെയാണ്. കാര്യം മനസ്സിലാക്കും. അതുകൊണ്ട് ഈ മനോഹരമായ അവസരത്തിൽ ഈ കളിയാക്കിയവർക്ക് മുന്നിൽ, എന്റെ മുന്നിൽ കളിയാക്കിയവരുടെ മുന്നിലൊക്കെ WTC ആയി നിൽക്കാനും ഇന്ന് വളരെ ശക്തമായി എന്റെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ വിജയിച്ച വ്യക്തിയായി മാറ്റാൻ സഹായിച്ചത് മൈ ലൈഫ് മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത്തരം ട്രിപ്പുകളിലൂടെയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായത്. നിങ്ങളെ കളിയാക്കുന്നവരെല്ലാം പറയും, എടാ അവർ തായ്ലൻഡ് പോയിട്ട് എന്തൊക്കെയോ പഠിച്ചു വന്നിട്ടുണ്ട്, അവർ ഗംഭീരാണ്, അവരെന്തോ ഒരുങ്ങി പുറപ്പെടുന്നുണ്ട് എന്ന് പറയും. മനസ്സിലാവില്ലേ? അതുവരെ കാര്യം മാറ്റം. നിങ്ങൾക്കൊരു എക്സ്ട്രാ ബ്രാൻഡിങ് ഉണ്ടാവും. എക്സ്ട്രാ ഹാബിറ്റോട് കൂടി ഒരു എക്സ്ട്രാ ബ്രാൻഡിങ് ഉണ്ടാക്കി തീർക്കുക. നിങ്ങൾ പെണ്ണൊരുപ്പെട്ടെന്ന് കേട്ടിട്ടില്ല? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പാണാവോ ഒരുമ്പെട്ടു? ഒന്നൊരുമ്പെട്ടൂടെ? തയ്യാറെടുക്കാന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. നേരത്തെ അപ്പഴേ വിജയിച്ച വ്യക്തി പറഞ്ഞ ഒറ്റ കാര്യം, ഉടനീളം പറഞ്ഞ ഒരു കാര്യം, അപ്പഴേയും പറയുന്നത് ചെയ്തുകൂടാ, കൂടെ നിന്നുകൂടാ. വിജയിക്കുമെന്ന് തോന്നുന്ന വിചാരമുള്ള ആളുകൾ എന്താണോ സൂചിപ്പിക്കുന്നത് അവർ പറയുന്നത് സ്വീകരിച്ചു പോയിക്കൊള്ളുക. ടെൻഷൻ അടിക്കണ്ട. എപ്പോഴും കൂടെ കിടന്ന് ഉറങ്ങണമെന്നില്ല. അത്രയും വെളിപ്പുറത്തുണ്ടായാൽ ഞാനൊരു സംഭവം പറഞ്ഞ അവസാനിക്കും. നല്ലൊരു കേൾക്കും.